ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ മിടുക്കന്മാരെ. ഹാപ്പി എല്ലാ ദിവസവും ഹാപ്പി എന്ന് പറയണം അല്ലേ? അത്ര ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ഹാപ്പി അല്ലേ ഞാൻ ചോദിക്കുന്നത്. ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും. ഇന്നിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് CBSE മാത്സിൻ്റെ ക്ലാസ് 6-ലത്തെ ചാപ്റ്റർ 14 പ്രാക്ടിക്കൽ ജോമെട്രിയുടെ പാർട്ട് 3. നമ്മൾ കൺസ്ട്രക്ഷൻസ് തന്നെ ഓരോ ഷേപ്പുകൾ എങ്ങനെ വരയ്ക്കാമെന്നൊക്കെയുള്ള ഓരോ മറ്റേ കോമ്പസും ഇതും വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിൽ പോയാലോ? വരും. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ചും കൂടിയും വേറെ കുറേ കൺസ്ട്രക്ഷൻസ് കൂടി നോക്കാം. പെർപെൻഡിക്കുലർ എന്താണ്? ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇതിൽ 90 ഡിഗ്രി ആംഗിൾ ഇവിടെ വേണം. ഇതാണ് പെർപെൻഡിക്കുലർ. നമ്മൾ ഇഷ്ടംപോലെ ഉദാഹരണമുണ്ട് അല്ലേ? ഒരു ടേബിളിൻ്റെ കോർണറിൽ 90 ഡിഗ്രി ആയിരിക്കും. പ്ലസ് സൈനില്ലേ ഇംഗ്ലീഷിലെ പ്ലസ് സൈന്, അത് അല്ല ഇംഗ്ലീഷിലല്ല മാത്തമാറ്റിക്സിൽ പ്ലസ് സൈനിൽ എന്താ വരിക? അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. പ്ലസ് സൈൻ അല്ലേ? അപ്പോൾ ഇതിലത്തെ ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കുന്നതിനാണ് ഈ പ്ലസിൻ്റെ എല്ലാ ഫോം ചെയ്യുന്ന 4 ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ ഇത്രേ വേണ്ടൂ. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ലൈൻ സെഗ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ മുട്ടുന്ന വേറൊരു ലൈൻ സെഗ്മെൻറ്റ് ഇങ്ങനെ വരുന്നു. ഇത് 90 ഡിഗ്രി ആവുന്നേ കണ്ടീഷനുള്ളൂ. ഇത് 90 ഡിഗ്രി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേത് ഇതും 90 ഡിഗ്രി ആവും. എന്താ കാരണം? 90 + 90 180. ഒരു ലൈൻ സെഗ്മെൻറ്റ് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ 180 ആണ്. അപ്പോൾ ഒരെണ്ണം 90 എടുത്താൽ മറ്റേത് ഓട്ടോമാറ്റിക്കലി 90 ആവും. ഇനി നമുക്ക് ഒരു ലൈൻ തന്നു കഴിഞ്ഞാൽ ഒരു ലൈൻ സെഗ്മെൻറ്റ്, അപ്പോൾ ഈ ലൈൻ സെഗ്മെൻറ്റ് നമ്മളതിനെ AB എന്ന് വിളിച്ചു. ഈ ലൈൻ സെഗ്മെൻറ്റ് ഒരു പെർപെൻഡിക്കുലർ, ഇപ്പോൾ ഇവിടെ O എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ ലൈൻ സെഗ്മെൻറ്റ് AB-യുടെ ഉള്ളിൽ ആ ലൈൻ സെഗ്മെൻറ്റിൻ്റെ മീതെ തന്നെ O എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റ് കൂടെ ഈ AB-ക്ക് പെർപെൻഡിക്കുലറായിട്ടൊരു വേറൊരു ലൈൻ സെഗ്മെൻറ്റും വരയ്ക്കണം. അതാണ്. അതിന് എന്തൊക്കെ മെത്തേഡ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു കുട്ടികൾക്ക് കളിക്കാവുന്ന രീതിയിലുള്ളൊരു മെത്തേഡ് എന്താണെന്ന് അറിയുമോ? ഈ ലൈൻ സെഗ്മെൻ്റ് ഒരു പേപ്പറിലാണെന്ന് വിചാരിക്കുക. നമ്മളൊരു പേപ്പറിലാണ് ഇത് വരച്ചതെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ O വരുന്ന രീതിയിൽ, O ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫോൾഡ് ഇടും പേപ്പറിന്. ഈ രണ്ടറ്റവും Oൻ്റെ അവിടെ പിടിച്ച് ഞെക്കുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോൾഡ് വരില്ലേ പേപ്പറിൻ്റെ? അപ്പോൾ ആ പേപ്പറിൻ്റെ ഫോൾഡ് അതേ രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ. ഇത് വളരെ ക്രൂഡായിട്ടൊരു മെത്തേഡാണ്. ഓക്കെ, നമുക്ക് വേറെ ശരിക്കുള്ളൊരു മെത്തേഡ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ മെത്തേഡാണ് സെറ്റ് സ്ക്വയർ വെച്ചിട്ടുള്ള മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ AB എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെൻറ്റ് AB ലൈൻ സെഗ്മെൻറ്റ് എടുത്തു. എന്നിട്ട് എന്താ കഴിഞ്ഞാൽ സെറ്റ് സ്ക്വയറിൻ്റെ ഇപ്പോൾ ഇവിടെ O എന്ന് പറഞ്ഞ പോയിൻ്റ് രേഖപ്പെടുത്തി. ഈ O എന്ന് പറഞ്ഞ പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് വേണം പെർപെൻഡിക്കുലർ വരയ്ക്കാൻ. അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇവർ എന്ത് ചെയ്യുക വെച്ചാൽ സെറ്റ് സ്ക്വയറിൻ്റെ 90 ഡിഗ്രി ആംഗിൾ, സെറ്റ് സ്ക്വയർ ഇങ്ങനെയല്ലേ ഉണ്ടാവുക? അപ്പോൾ ഇതിന് സെറ്റ് സ്ക്വയറിന് 90 ഡിഗ്രി ആംഗിളുള്ളത് ഇവിടെയാണല്ലോ, ബാക്കി 30 60 ഉണ്ടാവാം. അപ്പോൾ ഈ 90 ഡിഗ്രി ആംഗിൾ ഇവിടെ ഇങ്ങനെ വരുന്ന രീതിയിൽ വയ്ക്കുക, ഈ ലൈനിൻ്റെ മീതെ വയ്ക്കുക. എന്നിട്ട് മെല്ലെ ഈ സെറ്റ് സ്ക്വയർ കൈ കൊണ്ട് ഇങ്ങനെ ഉന്തുക. ഈ സൈഡിലേക്ക് പുഷ് ചെയ്തിട്ട് കണ്ടോ, ഇതിങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ടച്ച് ചെയ്യുന്ന തരത്തിൽ കണ്ടോ, ഈ O എന്നുള്ള പോയിന്റിലേക്ക് ടച്ച് ചെയ്യുന്ന തരത്തിൽ പുഷ് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക. O ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി ആ സെറ്റ് സ്ക്വയറിൻ്റെ സൈഡിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ആ ലൈൻ AB ലൈൻ സെഗ്മെൻറ്റ് ABക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്താ കാരണം? സെറ്റ് സ്ക്വയറിൻ്റെ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രിയാണ്. അത് തന്നെയല്ലേ ഇവിടെ വരുന്നത്.
മനസ്സിലായില്ലേ? അടുത്ത് നമുക്ക് റൂളർ ക്യാമ്പസ് വെച്ച് റൂളറും കോമ്പസും ഉപയോഗിച്ച് എങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ നോക്കാം. ഇതേ ലൈൻ സെഗ്മെൻറ്റ് AB, ഇതിൽ O എന്ന് പറഞ്ഞൊരു പോയിൻ്റ്, ഈ O എന്ന് പറഞ്ഞ പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം എന്ന് പറയുന്നത് നമ്മൾ റൂളർ കോമ്പസ് ഉപയോഗിച്ചിട്ടാണ്. ഇത് ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമ്പസിൽ പെൻസിലൊക്കെ വെച്ച് മുറുക്കി റെഡിയാക്കി, അത് കഴിഞ്ഞിട്ട് കോമ്പസിൻ്റെ ആ മെറ്റൽ ടിപ്പ് ഉണ്ടല്ലോ, ആ കൂർത്ത ഭാഗം ഇവിടെ ഫിക്സ് ചെയ്യുക. അതായത് A എന്ന് പറയുന്നത് ഒരു സെൻറ്ററായിട്ട് ഒരു ആർക്ക് വരയ്ക്കാനാണ്. അപ്പോൾ ആർക്ക് വരയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഓയിനെ ക്രോസ് ചെയ്ത് പോകണം, ഇങ്ങനെ ചെറുതാക്കി വരയ്ക്കരുത്. അപ്പോൾ ഈ ഓയിനെയും ക്രോസ് ചെയ്ത് പോകുന്ന രീതിയിൽ ലെങ്ത് എടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ആ ലെങ്ത് വെച്ച് ഇവിടെ ഒരു ആർക്ക്, ഇങ്ങനെ ഒരു ആർക്ക്, പിന്നെ അതേ റേഡിയസ് വെച്ച്, അപ്പോൾ ഇതിൻ്റെ ഈ ആർക്കിൻ്റെ റേഡിയസ് ഈ ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ, അതേ റേഡിയസ് വെച്ച് ഇവിടെ ബിയുടെ അവിടെ പോയിൻ്റർ, അതായത് കോമ്പസിൻ്റെ കൂർത്ത മോനെ കുത്തിയിട്ട് അതേ റേഡിയസ് വെച്ച് ഒരു ആർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഈ രണ്ടും കൂടി കൂട്ടിമുത്തുന്നതിനെ നമ്മൾ M എന്ന് വിളിക്കാതെ ഇരിക്കുക. അപ്പോൾ ഈ എമ്മും ഓയും കൂടി ഒരു സ്കെയിൽ വെച്ച് യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ പെർപെൻഡിക്കുലർ. സിമ്പിളാണ്. ഇപ്പോൾ ഇത് തന്നെ ഈ പെർപെൻഡിക്കുലർ തന്നെ തന്ന ലൈനിന് പുറമെ ഒരു പോയിൻ്റ് കൊടുത്തിട്ട്, ഇപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയാൽ ലൈനിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു P എന്ന് പറഞ്ഞ പോയിൻ്റ്. ഈ P എന്നുള്ള പോയിൻ്റ് ലൈനിന് പുറത്തെ ഒരു സ്ഥലത്താണെന്ന് വിചാരിക്കുക. എന്നിട്ട് ആ P ടച്ച് ചെയ്തിട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം ഈ ലൈനിലേക്ക്. എന്ത് ചെയ്യുമെന്ന് നോക്കാം. സിമ്പിളാണ്. ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെൻറ്റ് AB, ഇവിടെ P എന്ന് പറയുന്ന പോയിന്റ് പുറത്ത് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ Pയിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കണം. അത് ഈ AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് പെർപെൻഡിക്കുലർ, അതായത് കുത്തനെ പെർപെൻഡിക്കുലർ ആയിരിക്കണം, അതേ വേണ്ടൂ. എന്താണ് ചെയ്യുക? വളരെ ഈസിയാണ്. നമ്മൾ കോമ്പസിൻ്റെ മുനയുള്ള ഭാഗം ഇവിടെ കുത്തി നിർത്തുക. അതായത് P സെൻറ്ററാക്കി വെച്ചിട്ട് ഈ ലൈൻ ക്രോസ് ചെയ്യുന്ന വിധത്തിലൊരു ഇത്രയും ഇതിലെടുക്കണം. ഈ ലൈൻ ക്രോസ് ചെയ്ത് പോകണം. എന്നിട്ട് ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ഇത് കോമ്പസിൻ്റെ കൂർത്ത ഭാഗം ഇവിടെ കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ നമ്മൾ ആർക്ക് വരയ്ക്കുക. ഇങ്ങനെ ഒരു ആർക്ക് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഈ രണ്ട് AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് CD ഇങ്ങനെ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യും, CA DA ഇല്ലേ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കോമ്പസ് മടക്കാൻ പാടില്ല. ഈ ആർക്ക് വരയ്ക്കാൻ ഉപയോഗിച്ച റേഡിയസ് അങ്ങനെ തന്നെ നിർത്തിയിട്ട് Cയിൽ ഈ കൂർത്ത മോനെ P എന്ന് മാറ്റി Cയിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. അതേ റേഡിയസ് വെച്ചിട്ട് Dയിൽ കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. എന്ത്? E എന്ന് പറഞ്ഞൊരു പോയിന്റ് കിട്ടും. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ്. ഈ Eയും Pയും ചേർത്ത് ഒരു സ്കെയിൽ വെച്ച് ഒരു വര വരച്ചാൽ അത് ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇവിടെ O എന്നുള്ളൊരു ഇത് കിട്ടി. OP എന്ന് പറയുന്നതാണ് ഈ ABയുടെ പെർപെൻഡിക്കുലർ. P എന്ന പോയിന്റിലേക്ക് ടച്ച് ചെയ്തുകൊണ്ടുള്ള പെർപെൻഡിക്കുലറാണ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേറൊരു കൺസെപ്റ്റിലേക്ക് വരാം. അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ എന്ന് പറഞ്ഞാൽ രണ്ട്, ബൈസെക്ടർ രണ്ടായിട്ട് രണ്ട് സെക്ഷനാക്കി മാറ്റുന്നത്. അപ്പോൾ അതെന്താ നോക്കാം നമുക്ക്. ഇപ്പോൾ AB എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ്, ഇതിന് 10 സെൻറ്റിമീറ്ററാണ് നീളം എന്ന് വിചാരിക്കുക. A തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ബൈസെക്ട് ചെയ്യുക എങ്ങനെ നോക്കാം. ബൈസെക്ടർ എന്താ ചെയ്യുക? ഈ ഏതാണ്ട് ABയുടെ നടുവിലും അപ്പുറത്തേക്ക് വരുന്ന രീതിയിലൊരു മെഷർമെൻറ്റ് നമ്മുടെ കോമ്പസിൽ എടുക്കാം. അത് കഴിഞ്ഞ് അത് ഇങ്ങനെ കൊണ്ട് ഇവിടെ ഒരു ആർക്ക് ഇങ്ങനെ ഉണ്ടാക്കുക. ഇവിടുത്തെ Aയിലെ പോയിൻ്റർ വേണം. Aയിൽ കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. പിന്നെ എന്ത് ചെയ്യണം? അതേ റേഡിയസ് വെച്ചിട്ട്
ബിയിൽ കുത്തിയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇത് അപ്പോൾ ഇവിടെ ഒരു രണ്ടും കൂടി കൂട്ടിമുട്ടിയ സി എന്ന് പറഞ്ഞൊരു പോയിന്റ് കിട്ടിയില്ലേ? ഈ സി എന്ന് പറഞ്ഞ പോയിന്റും പിന്നെ ഇപ്പുറത്തെ അതേമാതിരി ഈ സൈഡിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇങ്ങനെ ഒരു ആർക്ക്, പിന്നെ ഇവിടെ കുത്തിനിർത്തി ഇങ്ങനെ ഒരു ആർക്ക്. ഇപ്പോൾ സി ഇവിടെ ഡി എന്ന് പറഞ്ഞൊരു പോയിന്റ് കിട്ടി. അപ്പോൾ ഈ സിയും ഡിയും കൂടി കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഒ എന്ന് പറഞ്ഞൊരു ഇതിൽ കൂടെ പോകുന്നുണ്ടാവും. ഒ എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് എ ബിയിലത്തെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോവുക. അപ്പോൾ ഈ എ ഒ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ട് തന്നിരിക്കുന്ന ലൈൻ സെഗ്മെൻറ്റിനെ 2 ഈക്വൽ കഷ്ണങ്ങളാക്കി മാറ്റുക. അതാണ് ബൈസെക്റ്റിംഗ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. കിട്ടിയില്ലേ? ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എത്രയും പെട്ടെന്ന്. അതുമാതിരി വേറെ കൂട്ടുകാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയും വേണം നിങ്ങൾ. പിന്നെ അപ്പം ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ബൈ.